അതാ ഞാൻ പറഞ്ഞേ, ഇത്ര സഹിച്ചൊക്കെ നീ അവൻ്റെ കൂടെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? എത്ര പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല? ഛേ, വല്ലാത്തൊരു കഷ്ടമുണ്ട്. നീ എന്തെങ്കിലും തീരുമാനിക്കും. എൻ്റെ കൂടെ വരണ്ടേ? ആ, ഞാൻ ഓൾറെഡി എൻഗേജ്ഡാണ്. എൻ്റെ സ്നേഹിക്കുന്നൊരു പെണ്ണുണ്ട്. ഇതൊരു കാര്യം ചെയ്യും, ലീഗലായിട്ട് അവനെ ഒഴിവാക്കിയിട്ട് പുതിയ ഒരു പാർട്ണർ നീ ഫൈൻഡ് ചെയ്യുക കേട്ടോ. ദാറ്റ് വിൽ ബി ബെറ്റർ. അതായിരിക്കും ഏറ്റവും ബെറ്റർ. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? കരയല്ലേ കരയല്ലേ, കരയാൻ വേണ്ടി പറഞ്ഞതല്ലേ ഞാൻ, നിങ്ങളുടെ കാര്യം പറഞ്ഞല്ലേ. എന്നെ ഇഷ്ടമാണെന്നോ? അത് വേണ്ട, ഒരിക്കലും വേണ്ട. ഒരു കാലത്ത് നിന്നെ സ്നേഹിച്ചിരുന്നു, ഒരുപാട്. അന്ന് നിന്റെ സ്നേഹമൊന്നും മനസ്സിലാക്കിയില്ല, എന്നെ ഒഴിവാക്കി പോയി. നീ പോയതിനു ശേഷം ഇവിടെ എനിക്കിപ്പോൾ ഇവിടെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്തായാലും നീ ലീഗലായിട്ട് അവനെ ഒഴിവാക്കിയിട്ട് ഈ പുതിയൊരു പാർട്ണർ ഫൈറ്റ് ചെയ്യുക, കല്യാണം കഴിക്കുക. ഓക്കെ, മാരി ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാം. യു വിൽ ബി മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, എന്ന് എൻ്റെ സുഹൃത്തിനെയായിരിക്കും, കൂട്ടുകാരിയായിരിക്കും. അത്രേ പറ്റുള്ളൂ. എൻ്റെ പൊന്നുമോളെ കരയില്ലേ, ഞാൻ പറഞ്ഞേ കരയില്ലേന്ന്. എന്തിനാ കരയുന്നേ? ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ ഇവരോട് കാര്യം പറയും, എന്നെ ഒഴിവാക്കാൻ പറയും. ഞാനായിട്ട് അവളെ ഒഴിവാക്കില്ല, കാരണം അവളെന്നെ കണ്ട് അവന് ഇഷ്ടപ്പെട്ട് വന്നതാണ്. അതുകൊണ്ട് എനിക്ക് അവളെ ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങളായിട്ടുള്ളത് സംസാരിച്ചിട്ട് കാര്യം തീരുമാനിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ പോട്ടെ.